ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് സജൂസ് ഹോംലി ഫുഡ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പല ആളുകളും പല മോഡലായിരിക്കും ലിവർ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവുക. പക്ഷേ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മസാല ഉണ്ടാവും, പിന്നെ ഒരു ലിവറിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവില്ല. ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലിവർ നല്ലോണം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എത്ര നമ്മൾ കഴുകിയാലും അതിന് ബ്ലഡ് എങ്ങനെയായാലും അതിലുണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യണത്. ഇത് നമ്മൾ ബീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നല്ലോണം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് നമുക്ക് വേസ്റ്റ് ഒന്ന് കളയാം. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ വേസ്റ്റ് ആ ബ്ലഡൊക്കെയാണ് തിളച്ചിട്ട് മേലെ പൊങ്ങി കാണുന്നത്. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ചട്ടിയിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിന് ശേഷം അതിൽ നമ്മൾ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയുള്ളി നമ്മൾ എന്തിലേക്കും ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ ചെറിയുള്ളി ആക്കിയതാണ്. ഇനി കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 പച്ചമുളക്, 2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. അടുത്തതായിട്ട് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മല്ലി നമ്മൾ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, കുരുമുളക് പൊടി, അത് രണ്ടും 1/2 ടീസ്പൂൺ വീതം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് 2 തക്കാളി കൂടെ നമ്മൾ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ലിവർ ചേർത്ത് കൊടുക്കാം. ലിവർ നമ്മൾ 1 കിലോനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിളപ്പിച്ചപ്പോഴൊന്ന് ചുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കായിട്ടുണ്ടോയെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ വന്നിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.